ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മളുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഒരു പെൻഷൻ പ്ലാനിനെ പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഒത്തിരി മെസ്സേജസ് എനിക്ക് പേഴ്സണലായിട്ടും DM ആയിട്ടും ഒക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൻഷൻ പ്ലാനിൻ്റെ പേരാണ് അടൽ പെൻഷൻ യോജന. പ്രധാനമന്ത്രിയുടെ ഒരു അടൽ പെൻഷൻ യോജന എന്നാണ് ഇതിൻ്റെ പ്ലാനിൻ്റെ പേര്. ഇതിൽ അപേക്ഷിക്കേണ്ടവർ ആരൊക്കെ? 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ, 18 വയസ്സ് ടു 40 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇതിൽ ചേരാൻ പറ്റുന്നത്. ഇതിൻ്റെ ഈ പെൻഷൻ ലഭിക്കുന്നത്, ഈ പെൻഷൻ ഇത്രയും നമ്മൾ ചേർന്നിട്ട് ഇതിൻ്റെ പെൻഷൻ ലഭിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60 വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് ഈ പെൻഷൻ കിട്ടുന്നത്. പിന്നെ ഈ പെൻഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണമല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാസ പെൻഷൻ ഓപ്ഷനുകളായിട്ട് നമുക്ക് എത്ര നമുക്ക് മാസം കിട്ടണം. 1000, 2000, 3000, 4000, 5000 രൂപ വരെയാണ്. ഇതിൽ ഏത് പെൻഷൻ നമുക്ക് കിട്ടണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിലൊരു നിശ്ചിതമായിട്ടുള്ളൊരു പ്രീമിയം ഓരോ മാസം നമ്മൾ അടയ്ക്കണം. അതറിയാമല്ലോ, നമുക്ക് വെറുതെ ആരും ക്യാഷ് കൊണ്ട് തരില്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു നിശ്ചിത തുക ഓരോ മാസവും നമ്മൾ അടച്ചാൽ മാത്രമാണ് അതിന് നമുക്ക് ഇത്ര പെൻഷൻ കിട്ടുമോ എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നിശ്ചിത തുക ലഭിക്കുന്നത് നമ്മളുടെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഏത് തുക നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് നമ്മളുടെ ഏജിൻ്റെ, പിന്നെ 60 വയസ്സ് കഴിഞ്ഞ ശേഷം മാത്രമാണ് പെൻഷൻ നമുക്ക് കിട്ടുള്ളൂ. ഈ പെൻഷൻ നമുക്ക് കിട്ടണമെങ്കിൽ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും മരണം സംഭവിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നോമിനിക്ക് ഈ എമൗണ്ട് കിട്ടുന്നത്. ഇപ്പോൾ 5000 രൂപ വെച്ചിട്ട് മാസം കിട്ടണമെങ്കിൽ ഞാൻ എത്ര രൂപ അടയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 രൂപയുടെ അടുത്ത് നമ്മൾ അടയ്ക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ബാങ്കിൽ പോയി അന്വേഷിച്ച് പോസ്റ്റ് ഓഫീസിൽ പോയൊക്കെ അന്വേഷിച്ചാലാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് എമൗണ്ട് അറിയാൻ പറ്റുന്നത്. പിന്നെ ഇത് ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? ഒരു ബാങ്ക് അക്കൗണ്ട് വേണം, പിന്നെ ആധാർ നമ്പർ വേണം, പിന്നെ എന്താണ്, മൊബൈൽ നമ്പർ വേണം. OTP കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ഇതാണ് വേണ്ടത്. ഇത് നമുക്ക് ഈ എമൗണ്ട് നിക്ഷേപിക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാങ്കിൽ നിക്ഷേപിക്കാം, പോസ്റ്റ് ഓഫീസ് വഴിയും നമുക്ക് ഈ എമൗണ്ട് നിശ്ചയിക്കാം. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പെൻഷൻ കിട്ടുമെന്നും അതിന് ഇത്ര പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാസം എത്ര രൂപ നമുക്ക് അടയ്ക്കണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു പ്രീമിയം എമൗണ്ട്, അത് എത്രയാണെന്ന് ഞാൻ പറയാം. 1000 രൂപ വെച്ചാണ് നമുക്ക് കിട്ടേണ്ടത്. എനിക്ക് 1000 രൂപ വെച്ച് നമുക്ക് പെൻഷൻ ഇപ്പോൾ കിട്ടിയാൽ മതി എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടെങ്കിൽ, നമ്മൾ മന്ത്ലി 181 രൂപ വെച്ചിട്ട്, അത് ഓരോ ഏജിൻ്റെ അനുസരിച്ചിട്ടാണ്. ഞാനിപ്പോൾ എൻ്റെ ഏജ് അനുസരിച്ചിട്ടാണ് പറയണത്. അപ്പം 1000 രൂപ കിട്ടണമെങ്കിൽ 181 രൂപ മന്ത്ലി അടയ്ക്കണം. 2000 രൂപ കിട്ടണമെങ്കിൽ 362 രൂപ വെച്ച് അടയ്ക്കണം. 3000 രൂപ കിട്ടാൻ 543 രൂപ വെച്ച് അടയ്ക്കണം. 4000 രൂപ കിട്ടാൻ 722 രൂപ അടയ്ക്കണം. 5000 രൂപ കിട്ടാൻ 902 രൂപ നമ്മൾ അടയ്ക്കണം. അപ്പോൾ ഇത് ബാങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാക്റ്റ് കണക്ക് എനിക്ക് കിട്ടാനാണ്. അപ്പോൾ 1000 രൂപയുടെ അടുത്ത് നമ്മൾ പ്രതിമാസം അടയ്ക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് 5000 രൂപ വെച്ചിട്ട് പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞാൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അതായത് 60 വയസ്സ് അടയ്ക്കണമെങ്കിൽ 23 വർഷം ഞാനപ്പോൾ ഇനി അടയ്ക്കണം. 23 വർഷം ഞാനപ്പോൾ അടയ്ക്കാൻ നേരത്ത് 902 രൂപ വെച്ച് ഞാൻ അടയ്ക്കുകയാണെങ്കിൽ 902 × 12 × 23 എന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 2,49,000 രൂപ നമ്മൾ നിക്ഷേപിക്കും. മൊത്തം നമ്മളുടെ അടവ് വരും. ഈ അടവിൽ നിന്നാണ് പിന്നെ 5000 രൂപ വെച്ച് നമുക്ക് മന്ത്ലി തരുന്നത്, പെൻഷൻ എന്ന രൂപേണ തരുന്നത്. പിന്നെ ബാങ്കിൻ്റെ APY കണക്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടാൻ പറ്റുന്ന ഒരു പ്ലാനാണ്. നമുക്ക് പെൻഷൻ മുൻനിർത്തി നമുക്ക് ചേരാവുന്ന ഒരു പ്ലാനാണ്. എല്ലാവരും ഇതിൽ ചേർന്ന് പോസ്റ്റ് ഓഫീസിൽ അന്നൊക്കെ ചെന്ന് അന്വേഷിച്ചിട്ട് ഒന്ന് ചേരാം കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ സമ്പത്ത് കാലത്ത് തൈവത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, കോട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ അപ്പോൾ എല്ലാവരും ഒന്ന് അന്വേഷിച്ചിട്ടൊന്ന് ചേരാൻ പറ്റുന്നത് ചേർന്നാൽ മതി. ഓരോരുത്തരുടെയും വയസ്സനുസരിച്ച്. 40 വയസ്സ് കഴിഞ്ഞാൽ ചേരാൻ പറ്റില്ല. ഓക്കെ, ടാറ്റാ.